വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാണ് ഖുർആനിനെ പഠിക്കാനുള്ളത്? ആർക്കാണ് ഖുർആനിനെ പഠിക്കാൻ സമയമുള്ളത്? ഈ സമം MC² എന്ന് ചൊല്ലി ചൊല്ലി പഠിച്ചതിലേറെ ലളിതമായി, ഇംഗ്ലീഷും മാത്സും ജോഗ്രഫിയും പഠിക്കുന്നതിലേറെ ലളിതമായി, സയൻസിന്റെ കട്ടിയുള്ള പാഠം പഠിച്ചതിലേറെ ലളിതമായി പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ റബ്ബേ നിനക്കാകുന്നു. എന്റെ തലച്ചോറിലെ ഞരമ്പ് പഠിച്ച, എനിക്ക് ഒരു ദിവസം 1,00,000 തവണ എന്റെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന, എന്റെ ജീവിതത്തിന്റെ ക്രമങ്ങളും ചിട്ടകളും പഠിച്ചു പരിപാലിക്കുന്ന റബ്ബേ നിനക്കാകുന്നു സ്തുതി. എനിക്ക് ഉമ്മച്ചിയെ തന്ന നിനക്കാകുന്നു സ്തുതി. എന്റെ ബ്രദറിന്റെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ ഉമ്മ മരിച്ചു, അവൻ കരയുന്നത് ഞാൻ കണ്ടു. എന്റെ ഉമ്മ ഇപ്പോഴും ഉണ്ട്. അവന് വാപ്പല്ല, എനിക്ക് വാപ്പുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ റബ്ബിനാണ്. അല്ലേ? അല്ലെങ്കിൽ അവനെ ഒരു വേണ്ടാത്ത കാര്യത്തിന്റെ പേരിൽ പിടിച്ചവൻ വഷളായി. ഞാനത് ചെയ്തിട്ടും എന്നെ പിടിച്ചിട്ടില്ല, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ പുറത്തുണ്ട, അൽഹംദുലില്ലാഹ് നീ അത് ഒളിപ്പിച്ചു വെച്ചല്ലോ. അർത്ഥസഹിതം അങ്ങോട്ട് പഠിച്ച് നിസ്കാരം തുടങ്ങുമ്പോണ്ടല്ലോ, ഞാൻ പറയണേ, നിങ്ങൾ ഊട്ടിയിലേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകുമ്പോഴേ, ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ, കാറിന്റെ ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് ആനന്ദക്കാറ്റ്, കുളിർക്കാറ്റ് മുഖത്തടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിലേറെ വലിയ ആനന്ദം ഉണ്ടാവും സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം, അവര് ഫൈനൽ മാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഫോർ കൊണ്ട് വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ ഗോൾ കൊണ്ട് വിജയിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ആനന്ദത്തിലേറെ വലിയ ആനന്ദം ജീവിതത്തിൽ 5 വക്ത് ഉണ്ടാകും. ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും കേട്ടോളി. പക്ഷെ എന്ത് വേണമെന്നറിയോ? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണം. ആ പോയിന്റ് ഞാൻ നീട്ടുന്നില്ല. നമുക്ക് ബാധ്യതയുണ്ട് അള്ളാഹുവോട്. 2, നമുക്ക് ബാധ്യതയുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അറേബ്യയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണോ നമുക്ക്? ആണോ? കേവലം അറേബ്യയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണോ? വാപ്പയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട, ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. 1ാമത്തെ ബാധ്യതയാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഹൃത്തുക്കൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്ത്? പ്രവാചകൻ എന്ന് കേൾക്കുമ്പോ നമ്മളെ വാപ്പനെക്കാളും സ്നേഹം, ഉമ്മനെക്കാളും സ്നേഹം, ഫ്രണ്ട്സിനെക്കാളും സ്നേഹം ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില കുട്ടികളെങ്കിലും നബിദിനത്തിന് ചിലപ്പോ ഒരു കൊടിയൊക്കെ പിടിച്ച് യാ നബി സലാം അലൈക്കും പറഞ്ഞു പോയിട്ടുണ്ടാകും. അതല്ല പ്രവാചക സ്നേഹം. ലോകാനുഗ്രഹിയായ പ്രവാചക തിരുമേനി ഭൂമിയോട് വിട പറയുന്ന നിമിഷമായിരുന്നു റബീഉൽ അവ്വൽ 12. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് ലോകാനുഗ്രഹിയായ തിരുദൂതൻ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന നേരം മുസ്ലിം സമുദായം ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അന്ന് പണ്ടെപ്പോഴെങ്കിലും അങ്ങനത്തെ നബിദിന ഘോഷയാത്രകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞോളി. കാരണം പ്രവാചക തിരുമേനി ജനിച്ച ദിവസം എന്നാന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫാത്തായ ദിവസം അന്നാണെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമല്ല. ഫാത്തിമ ബീവി പറയാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് പ്രവാചകന്റെ മരണവേദന കണ്ടിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും മരണവേദനയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ വേദന എത്രത്തോളം വലുതായിരിക്കും? ഫാത്തിമ, സാരല്ല, നിന്റെ ഉപ്പാക്ക് ഇന്നേ വേദനയുള്ളൂ, ഇനിയൊരു വേദന ഉണ്ടാകൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു എന്നാണ് ചരിത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയണേ, നമുക്ക് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയണം. ഞങ്ങളോട് ചോദിക്കട്ടെ, പട്ടാമ്പി അങ്ങാടിയില് പ്രവാചക തിരുമേനി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു RSSകാരൻ വന്നിട്ട് പ്രവാചകന്റെ കൈ അങ്ങോട്ട് വെട്ടി, അതല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പ്രവാചകന്റെ വയറ്റത്ത് അങ്ങോട്ട് കുത്തി. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കോ? പ്രവാചകന്റെ പേരിൽ കാർട്ടൂൺ വരുമ്പോഴേക്ക് രംഗത്തിറങ്ങി പലപ്പോഴും അപക്വമായി തന്നെ പെരുമാറുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളുള്ള ലോകത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. നിങ്ങൾ കേട്ടോളി, അതിലേറെ ഭീതിതമായ അന്തരീക്ഷം ഇന്ന് പ്രവാചക തിരുമേനിക്കെതിരിൽ നടക്കുന്നുണ്ട്. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും, ഒരുപക്ഷെ സ്റ്റേജിൽ കയറുന്ന പണ്ഡിതന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത സഹായം ഈ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ IS കില്ലിംഗ് എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ IS കില്ലിംഗ് എന്ന പേരിൽ കണ്ട 3-4 മിനിറ്റിന്റെ വീഡിയോസ്, ആ വീഡിയോസ് IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ജൂതന്മാര് മുസ്ലിങ്ങളെ പിന്നെ എന്നും പ്രതികളാക്കി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം ഇസ്ലാമിക് സ്റ്റേറ്റ്സ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ?
ശ്രദ്ധിച്ചിട്ടില്ലേ? ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്നുള്ള പേരിൽ സിറിയയിലും മറ്റൊക്കെ രൂപപ്പെട്ട് ലോകത്താകമാനം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു എന്ന പേരിൽ വന്ന ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത പാർട്ടി, അവര് സുഹൃത്തുക്കളെ ജിഹാദിന്റെ പേരിൽ പുറത്തുവിട്ട വീഡിയോ 9 കോടി മനുഷ്യന്മാരെ കണ്ട്. 9 കോടി മനുഷ്യന്മാർ. ഈ വീഡിയോ കണ്ട ഒരാൾ ഒരിക്കലും ഇസ്ലാമിനെ എന്ത് ചെയ്യില്ല, പഠിക്കൂല. നിങ്ങൾ യൂട്യൂബ് പോയിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പോയിട്ട് ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി എന്ന് സെർച്ച് ചെയ്താൽ കാണുന്ന കുറെ സംഭവം ഉണ്ട്. എന്താ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ശത്രു ബോധപൂർവം ചെയ്തൊരു കാര്യമാണ്, ഇസ്ലാമിനെ ആരെങ്കിലും പഠിച്ചാൽ അയാൾ മുസ്ലിമായി മാറും. കേട്ടോളൂ ഞാൻ പറയുന്നത്, ഇസ്ലാമിനെ ആരെങ്കിലും പഠിച്ചാൽ അയാൾ മുസ്ലിമായി മാറും. ഫിത്ന എന്ന് പറയുന്ന ഫിലിമിന്റെ ഡയറക്ടർ 17 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫിത്ന എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ വിക്കിപീഡിയയിൽ പോയിട്ട് ചോദിച്ചാലേ അതിന്റെ ദൈർഘ്യമൊക്കെ കിട്ടും. കാണണമെന്നൊന്നുമില്ല, കാണാതെ തന്നെ എന്താണ് ആ സിനിമ എന്നും അതിന്റെ കണ്ടന്റ് എന്നൊക്കെ കിട്ടും. മനസ്സിലായി? മുമ്പ് പോയി കണ്ടിട്ടാണ് പറയണമെന്ന് വിചാരിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ സൂചിപ്പിച്ചത്. ആ സിനിമ പുറത്തു വന്നപ്പോൾ ലോകത്ത് അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. അതിന്റെ ഡയറക്ടർക്ക് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ആളുകൾ അയച്ചു കൊടുത്തു. അപ്പൊ അയാൾക്ക് മനസ്സിലായി അയാളെ വിമർശിച്ചത് ലോകത്തൊരു വലിയ മനുഷ്യനെയാണ്, ലോകത്ത് അതുല്യമായ മാതൃകകൾ സൃഷ്ടിച്ചൊരു വലിയ മനുഷ്യന്റെ നേരെയാണ് എന്റെ പേന നീങ്ങിയത്, എന്റെ ക്രിയേറ്റിവിറ്റി നീങ്ങിയത് എന്ന് മനസ്സിലായപ്പോ അയാളുടെ ടൈം ലൈനിൽ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടു, സോറി മൈ ഡിയർ പ്രൊഫറ്റ്, എന്നോട് ക്ഷമിക്കണം എന്റെ പുണ്യ പ്രവാചക. ഒരു സാങ്കേതിക ഒരു സാഹിത്യ പ്രയോഗമാണ്, നബിയോടുള്ള പ്രാർത്ഥന മറ്റൊന്നുമല്ല. അയാൾ നേരെ ഹറമിൽ പോയി ഉംറ നിർവഹിച്ച് തലക്ക് മൊട്ടടിച്ച് സുദേശിന്റെ കൂടെ ഇരിക്കുന്നതാ കണ്ട്. ഞാനിത് എന്തിനാ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന്, ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പഠിക്കണവരൊക്കെ സത്യസന്ധമായി പഠിക്കണവരൊക്കെ ഇസ്ലാം സ്വീകരിക്കും. അബൂ ഖുറൈബ് എന്ന പേരിൽ പ്രസിദ്ധമായ തടവറ, ആ തടവറയിലെ പ്രിസണർ, അവിടുത്തെ ജയിലർ, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ പറഞ്ഞെന്തറിയോ, ഞാൻ പള്ളിയിൽ പോയി ആരാധന നിർവഹിക്കുന്ന മുസ്ലിങ്ങളെ കണ്ടിട്ടോ അവരുടെ ആത്മീയ അന്തരീക്ഷത്തിന്റെ അനുഭൂതി കണ്ടിട്ടോ അല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, അതല്ലെങ്കിൽ കട്ടിയുള്ള കറുത്ത അക്ഷരങ്ങൾ നിവർത്തിവെച്ച പുസ്തകങ്ങളിലൂടെ ഇസ്ലാമിനെ കുറിച്ച് താത്വിക പഠനങ്ങളിൽ നിന്നല്ല ഞാൻ ഇസ്ലാമിനെ അറിഞ്ഞത്, അല്ലെങ്കിൽ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ലോകത്തെ ആയിരക്കണക്കിന് സൈറ്റുകളിൽ എന്റെ സമയം ചെലവിട്ടിട്ടല്ല ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞത്, മറിച്ച് അബൂ ഖുറൈബിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന തടവറയിലെ നിരപരാധികളായ ഇവിടുത്തെ തടവുകാർ, നെറ്റിപൊട്ടിയവർ, ചുണ്ടുപൊട്ടിയവർ, ക്രൂരമായ പീഡനങ്ങൾക്കിരയായവർ, അവരുടെ ഇടവേളകളിൽ ജയിലിന്റെ തറയിൽ നെറ്റിവെച്ചവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ, അവരുച്ചരിക്കുന്ന അല്ലാഹ് എന്ന ശബ്ദം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു. പൊട്ടിയ ചുണ്ടുകൊണ്ട് എനിക്കവർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഞാനിത് ഉൾക്കൊണ്ടത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്താ? ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയലും അദ്ദേഹത്തെ പഠിക്കലും അദ്ദേഹത്തെ മനസ്സിലാക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തലാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളെ ഫേസ്ബുക്ക് ഉപയോഗിക്കാം, വാട്സ്ആപ്പ് ഉപയോഗിക്കാം. നിങ്ങളെ മൊത്തം ഫ്രണ്ട്സിന് വെച്ചിട്ട് എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റ് ഒരു ഗ്രൂപ്പ് നിങ്ങൾ പുതിയത് ഉണ്ടാക്കേണ്ട. ഐസക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അവരെ ന്യൂ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ സ്പീച്ച് മുജാഹിദ് വേദിയിലെത്തി മുജാഹിദ് ഖാന്റെ സ്പീച്ച് ഉണ്ടാവും, അല്ലാത്ത ഒരുപാട് സ്പീച്ചുകൾ ഉണ്ടാവും, അതിങ്ങനെ അയച്ചു കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിന്. അതാകട്ടെ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള ഫിലിം ആകരുത് നമ്മുടെ ഡിസ്കഷൻ, അല്ലെ? പ്രേമം സിനിമയിലെ എന്താ പറയാ കുപ്പായവും അതിലെ ഹെയർ സ്റ്റൈൽ ആകരുത് നമ്മളത്. നമുക്ക് അതിന്റെ മുകളിൽ പ്രവാചകൻ ഉണ്ടാക്കി തന്ന ഹെയർ സ്റ്റൈൽ ഉണ്ട്. എന്റെ സമയം ഇവിടെ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, എനിക്ക് നേരത്തെ സമയം എഴുതി കിട്ടാത്തതുകൊണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു പോയിന്റ്, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഏറ്റവും ചുരുങ്ങിയ വരികളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ള, പറയണ ഞാനും കേൾക്കണം നിങ്ങളൊക്കെ, പല തലത്തിലും പ്രതികളായ ഒരു വിഷയമാണ് മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറയുന്നത്. ഒരിക്കലും തീർത്താൽ തീരാത്ത ഉത്തരവാദിത്വത്തിന്റെ ലോകം. ബദറിൽ പോയി യുദ്ധം ചെയ്യുന്നതിനോ തുല്യമായ പണിയാണ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞേ. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ, നിസ്കാരം അതിന്റെ നേരത്തെ നിർവഹിക്കുക. ലോഹറ് 12:30 ബാങ്കുണ്ടെങ്കിൽ 12:40 ജമാഅത്തിന് പോയി പങ്കെടുക്കുക. അല്ലാതെ അത് 1.5 മണിക്ക് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 2, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം.
വാപ്പയമ്മ ഒരു കാര്യം, നീ പോയിട്ട് അങ്ങാടി പോയിട്ട് 1 കിലോ മത്സ്യം വാങ്ങിക്കൊണ്ടെന്ന മോനെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതികരണം എന്താ? നമ്മളൊന്ന് ആലോചിച്ച് എന്താ സാധനം? വളരെ ചിരിക്കണ്ട, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. ആ പറഞ്ഞെന്താ പറയാ, അവിടെ ഉണ്ട് എന്റെ അനിയൻ വേറെ ഒരുത്തിനിരിക്കണം, ഓനോട് പറഞ്ഞോളി. ഓനോട് പറയുമ്പോ എന്താ പറയാറ്? എപ്പോഴും എന്നോട് തന്നെ പറയുള്ളൂ. എന്നാലും മേശപ്പുറത്ത് പൊരിച്ചു വരുമ്പോ പല ക്രെയിനും എടുത്തിട്ട് ഇടണ പോലെ, ക്രെയിനോണ്ട് ഇടണ പോലെ സാധനം അങ്ങനെ പോയിക്കോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം കേൾക്കാൻ ഉറപ്പുവരാ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെന്ന് വിചാരിക്കാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ലൈംഗിക രംഗത്ത് ഒരു അബദ്ധം പറ്റിയിട്ടില്ല, സ്വർഗഭോഗം ചെയ്തിട്ടില്ല, സ്വയം ഭോഗം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒരു പെൺകുട്ടിയെ പോലും നോക്കിയിട്ടില്ല. ഇതൊക്കെയാണ്. പക്ഷേ ഉമ്മാന്റെ ഉപ്പാന്റെ തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടൂല, ഉറപ്പാണ്. ഉമ്മാന്റെ ഉപ്പാന്റെ തൃപ്തി നമുക്കില്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടൂല. ഹിജറക്ക് വേണ്ടി പോകാനൊരുങ്ങിയ ഒരാൾ പ്രവാചകന്റെ അടുത്ത് വരെ, എന്താ ഹിജറ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ടിട്ട് പോകുക, പിന്നെ ഈ നാട്ടിൽ തിരിച്ചു വരാനുള്ള അവസ്ഥ ഉണ്ടായാൽ പോലും ഈ നാട്ടിക്ക് തിരിച്ചു വന്ന് സ്ഥിരതാമസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, മക്കത്ത് നിന്ന് മദീനത്ത് പോയ സ്വഹാബത്ത് ആരും മക്കത്ത് പിന്നെ സ്ഥിരതാമസാക്കിയിട്ടില്ല. അത് ഇസ്ലാമിലില്ല. അതാ ഹിജറ. ഹിജറക്ക് വേണ്ടി പോകാനൊരുങ്ങിയ സ്വഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഉമ്മയും ഞാൻ ഹിജറക്ക് പോകാന്ന് പറഞ്ഞപ്പോ കരയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നേ പറഞ്ഞുള്ളൂ, നീ പോയിട്ട് അവരെ ചിരിപ്പിക്കുക. അവരെത്ര നേരം കരഞ്ഞോ അത്ര നേരം അവരെ ചിരിപ്പിക്കുക. എന്നിട്ട് നീ അവരുടെ കൂടെ നിൽക്കുക. അവിടെയാണ് നിന്റെ ദൗത്യം. യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അണികളിൽ നിരന്നു നിൽക്കുന്ന സൈനികരുടെ എണ്ണം കുറവാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, നിനക്ക് വയസ്സായ വാപ്പിയമ്മില്ലേ? ഉണ്ട്. എന്നാ അവിടെ പോയിട്ട് അവർക്ക് സേവനം ചെയ്യ്. അവരുടെ കാട്ടോ മൂത്രം കോരലാണ് നിന്റെ ജിഹാദ് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കണം. വാപ്പാനോടും ഉമ്മാനോടും പിടങ്ങിപ്പോന്നവർ വരെ ഒരുപക്ഷെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാകും. മാത്രല്ല, വാപ്പയാണ് നിന്റെ വാപ്പ സ്വർഗത്തിലെ മധ്യത്തിലുള്ള കവാടാണ്. സ്വർഗത്തിന്റെ മധ്യത്തിലെ കവാടം വാപ്പയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചവർക്കുള്ളതാണെന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട്, ആരോടാണ് എനിക്ക് ഏറ്റവും വലിയ ബാധ്യത എന്ന് വെച്ചപ്പോ 3 വട്ടം ഉമ്മാന്നാ പറഞ്ഞ്. ഉമ്മാനോടാണ് ഏറ്റവും വലിയ ബാധ്യത. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച് ഭാര്യന്റെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുമ്പോൾ മനസ്സിലാക്കുക, ഭാര്യന്റെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിന്റെ പുറത്ത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഓർമ്മ വരും, എന്ത് അറിയോ? പടച്ചോനെ, എന്റെ വാപ്പി നിന്നിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്താ പ്രശ്നം? എന്റെ കുട്ടി ജനിക്കുമ്പോ കുട്ടിക്ക് കണ്ണുണ്ടാകോ, കൈയുണ്ടാകോ? ഇനി ഇന്ന ഫ്രണ്ടിന്റെ കുട്ടിനെ കിട്ടി, ഭാര്യനെ നഷ്ടപ്പെട്ടു, അല്ലെ? ഈ 2 വിരല് ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പിടിച്ചു വലിക്കുക. നിങ്ങൾ വിചാരിക്കുക, പിടിച്ചു വലിക്കണം, നമുക്ക് വേദനിക്കോ? എങ്കിൽ ഉമ്മന്റെ ഒരു അവയവം അങ്ങനെ പിളർന്നിട്ടാണ് 3 കിലോ നമ്മുടെ ഭൂമിക്ക് ജനിച്ചു വീണത്. എല്ലു തുറങ്ങുന്ന ആ മഹാവേദന സഹിച്ച പ്രിയപ്പെട്ട മാതാവ്, ആ വേദനയിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ നമ്മൾ ഉള്ള ഗർഭമുള്ള വയറ്റിന്റെ ഉള്ളിൽ ഉപ്പ വയറ്റത്ത് ഇങ്ങനെ തടവിക്കൊടുത്ത് ഉമ്മനെ ആശ്വസിപ്പിക്കാണ്. കാല് 2 മുകളിലേക്ക് ഇട്ട് ഛർദിക്കാണ്, വിഷമിക്കാണ്. ഈ വേദനയൊക്കെ സഹിച്ച മാതാവിന് ഇപ്പോഴുള്ള വേദന തരങ്ങള് നമ്മളെ ഡയലോഗ്, എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറയാണ്, നമ്മുടെ ഡയലോഗ്, നമ്മുടെ വാക്ക് കൊണ്ടുള്ള ആക്രമണങ്ങൾ, നോട്ടം കൊണ്ടുള്ള തീപ്പാറലുകൾ, ഇതൊക്കെയാണ് പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും കുടുംബരംഗത്ത് സാമൂഹിക രംഗത്ത് ഇടപെടുമ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമുണ്ടോ? അള്ളാഹു നമ്മളോട് ഐ ലവ് യു എന്ന് പറയുമെന്ന് ചോദിക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണ്ടോ? മെസ്സിനോട് പറ്റി ചോദിക്കണം, മെസ്സേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണമ്മ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ളതിന് ആത്മാർത്ഥമായിട്ട് എനിക്ക് മോനെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 1-2 കഥ പറഞ്ഞ് ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. അതിലൊന്നെന്താ അറിയോ? ഒരു മോനെ, ആ മോനെ ഉപ്പ ഇല്ലാത്ത കുട്ടിയാണ്, ഉമ്മ വളർത്തുന്നുണ്ട്. മരിക്കുമ്പോ ഉപ്പ ഒന്നേ പറഞ്ഞുള്ളൂ, നീ എന്റെ കുട്ടിനെ നേരെ വളർത്തണം. ഞാൻ നിന്നോട് അവനെ പറ്റി പറഞ്ഞ എല്ലാ സ്വപ്നങ്ങളും നടക്കണം. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അപ്പോ വളരെ പവിത്രയായി ജീവിച്ച അവര് അയൽപ്പക്കത്തുള്ള വീട്ടിലൊക്കെ കയറി അവിടുത്തെ കക്കൂസ് കഴുകി കൊടുത്ത്, ടോയ്ലറ്റ് കഴുകി കൊടുത്ത്, പാത്രം കഴുകി കൊടുത്ത് അവനെ കഷ്ടപ്പെട്ട് ഏറ്റവും ഉന്നതരായ കുട്ടികൾ പഠിക്കേണ്ട ഒരു സ്കൂളിൽ തന്നെ അവനെ ചേർത്തി പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം അവൻ ചോറ്റുപാത്രം മറന്നു വെച്ചു.
ചോറ്റുപാത്രം മറന്നു വെച്ചപ്പോ ആ ചോറ്റുപാത്രവും കൊണ്ട് ഉമ്മ പോവുക. ഉമ്മ കീറിയ കുപ്പായാണ്. അവനെ ബസ് കയറ്റാൻ പോലും ഉമ്മ പോകലില്ല. കാരണം ഉമ്മന്റെ ഡ്രസ്സൊക്കെ കണ്ടാലേ അതവന് മോശമാകുമെന്ന് വിചാരിച്ചിട്ട്. പാരന്റ്സ് മീറ്റിങ്ങിന് ഇത്രയും കാലം ഉമ്മ പോയിട്ടില്ല. ഉമ്മന്റെ മുതലാളിന്റെ കുട്ടി അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. മുതലാളിനോട് അവന്റെ പ്രോഗ്രസ് കാർഡ് കൂടെ ഒപ്പിട്ടിട്ട് വരാൻ പറയും. അവനും അങ്ങനെ തന്നെ പറയും, ഉമ്മച്ചി വരണ്ടെന്നാണ് പറയാ. ഒരു ദിവസം ചോറ്റുപാത്രം കണ്ടപ്പോ ഉമ്മക്ക് വിഷമായി. എന്റെ മോന് ഇന്ന് അവന് ചോറുണ്ടാവൂലല്ലോ പഠിച്ചോനെ എന്ന് വിചാരിച്ച് ചോറ്റുപാത്രം എടുത്ത് കിലോമീറ്ററുകൾ നടന്നെത്തുമ്പോ സ്കൂളിന്റെ ഗേറ്റ് അടഞ്ഞിരുന്നു. അടഞ്ഞ ആ ഗേറ്റിന്റെ ഹോൾസിലൂടെ നോക്കിയ പകലെ മോനെ കണ്ടു. മോനോ നുറക്കെ വിളിച്ചു. തനിക്ക് പരിചയമുള്ള ശബ്ദം കേട്ടവൻ അടുത്തു വന്നപ്പോ ഉമ്മയാണ്. ഉമ്മന്റെ കുട്ടിന്റെ ചോറ്റുപാത്രം അതാന്ന് പറഞ്ഞ് നീട്ടുമ്പോ അവൻ പിറുവിറുക്കാണ്. എന്തിനാ ഉമ്മച്ചി ഇങ്ങോട്ട് പോന്നത്? എന്റെ ഫ്രണ്ട്സൊക്കെ കാണൂല നിങ്ങളെ. അപ്പൊ അവന്റെ 1-2 ഫ്രണ്ട്സ് ഓടി വന്നിട്ട് അവനോട് ചോദിച്ചു, ഇതാരാടാ നിന്റെ? അവൻ ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ വീട്ടിലെ സെർവന്റാണ്, ജോലിക്കാരിയാണ്. എടാ, ഇവരുടെ കണ്ണ് ഒറ്റക്കണ്ണാണല്ലോ, കണ്ണ് പൊട്ടത്തിയാണല്ലോ നിന്റെ സെർവന്റ്. കുട്ടികളെല്ലാരും ആർത്തു ചിരിച്ചു. അവൻ പറഞ്ഞില്ലടാ എന്റെ ഉമ്മയാണത്, ഇങ്ങനൊന്നും പറയല്ലേ എന്നൊന്നും അവൻ പറഞ്ഞില്ല. അവരുടെ കൂടെ ഒരു പതിയെ ചിരിയേറ്റ് ആ ചോറ്റുപാത്രം വാങ്ങി ഉമ്മയെ പെറുപെറുത്ത് ദേഷ്യം പിടിച്ചവൻ തിരിച്ചുപോയി. വീട്ടിലെത്തിയ ശേഷം ഉമ്മ എഴുതി വെച്ചു, മോനെ നിന്റെ ഉമ്മനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഉപ്പിയും ഞാനും ഒക്കെ ഉള്ള കല്യാണ ദിവസത്തെ ഫോട്ടോ ഇന്ന സ്ഥലത്തുണ്ട്, അത് മറിച്ചു നോക്കിയാൽ നിന്റെ ഭംഗിയുള്ള ഉമ്മച്ചിനെ നിനക്ക് കാണാം. ഇപ്പോ ഭംഗി പോയത് നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ടാണ്. പിന്നെ ഒരു കണ്ണില്ല, ആ കണ്ണ് നിനക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ആ കണ്ണ് ഞാൻ നിനക്ക് തന്നതായിരുന്നു. നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഭംഗിയില്ലാത്ത മുഖമുള്ള ഉമ്മയുടെ കണ്ണ് പണ്ട് ഇവിടെ ഇരുന്നതാണ്, ഇതാ ഇപ്പോൾ അങ്ങോട്ട് തന്നതാണ്. അതുകൊണ്ട് എന്റെ മോൻ എന്നോട് ക്ഷമിക്കണം. ഇതൊരു കഥയാണ് സുഹൃത്തുക്കളെ. ഒരാളെ കണ്ണെടുത്തിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കണമെന്ന് പറ്റൂല, അല്ലെ ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ണങ്ങോട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഇതിൽ നമുക്കൊരു പാടുണ്ട്. സ്വന്തം കണ്ണ് സ്വന്തം മകന് പറിച്ചു കൊടുത്തും അവൻ കാണട്ടെ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ ഓരോ ഉമ്മാക്കുണ്ട്. ചില ഉമ്മാരെ പെരുമാറ്റമൊക്കെ കാണുമ്പോ നമുക്കിങ്ങനെ തോന്നൂല. അവരിങ്ങനെ നമ്മളെ ദുഷിച്ച് പറയും, നീ നന്നാവൂല. അതൊക്കെ എന്താ കാരണം? അവർക്ക് നമ്മളോടുള്ള അടങ്ങാത്ത സ്നേഹം ഇഷ്ടമൊക്കെയാണ്. മദ്യപാനിയായ മകൻ വന്ന് ഉമ്മനോട് ചോദിച്ചു, ഉമ്മച്ചി എനിക്ക് കള്ളുടിക്കാൻ പൈസ വേണം. ഉമ്മ പൊട്ടിക്കരഞ്ഞു. അവൻ ഉമ്മനെ ദ്രോഹിച്ചു. എന്നും ഉമ്മന്റെ അടുത്തുള്ള പൈസ ഊറ്റിയെടുത്തു. അപ്പൊ ഒരു ദിവസം ഇവന് പ്രകോപിച്ചിറങ്ങിപ്പോകുമ്പോ അയലോക്കക്കാരൻ, എന്നും ഈ ബഹളം കേൾക്കുന്ന അയലോക്കക്കാരൻ പറഞ്ഞു, എടാ നിന്റെ ഉമ്മന്റെ ഹൃദയമോ അല്ലെങ്കിൽ ഉമ്മന്റെ കരളോ പറിച്ചെടുത്തു കൊണ്ടെന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കുടിക്കാനുള്ള കള്ളിന്റെ പൈസ ഞാൻ തരാം. അയാൾ എന്താ ഉദ്ദേശിച്ചത്? നിന്റെ ഉമ്മന്റെ ഹൃദയം നിനക്കറിയില്ല, അവരെ വേദന നിനക്കറിയില്ല. ആ തളർന്ന ശരീരത്തിന്റെ അസ്ഥികൾക്കുള്ളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന മരണം കാത്തിരിക്കുന്ന ഹൃദയം നീ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അയാൾ പറയാൻ വിചാരിച്ചത്. അവൻ പോയിട്ട് ഉമ്മനെ കൊന്നിട്ട് കരള് പറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അയാളുടെ അടുത്ത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഓടുമ്പോ അവന്റെ കാല് ഒരു കല്ലിൽ തട്ടിട്ട് അവൻ നിലത്ത് വീണുപോയി. അപ്പോ ആ കരൾ പറഞ്ഞു, മോനെ ഉമ്മച്ചിന്റെ കുട്ടിക്ക് വേദനയായോ? ഡെറ്റോൾ ഉണ്ട് ഷെൽഫില്, മോനെടുത്തിട്ട് കാലിൽ പരട്ടണം. പരട്ടിത്തരാൻ ഉമ്മച്ചില്ല. അവൻ ആദ്യമായി ഉമ്മയെ തിരിച്ചറിഞ്ഞു. ഒരു കത്തിയെടുത്ത് സ്വയം കുത്തി അല്ലെങ്കിൽ ആത്മഹത്യ നടത്തി മരിക്കാനൊരുങ്ങുമ്പോ ഉമ്മ ആ പെടയുന്ന കരൾ, മണ്ണ് പുരണ്ട് കിടക്കുന്ന കരൾ അവനോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഉമ്മച്ചി ഏതായാലും മരിച്ചു, കുഴപ്പമില്ല, മോനെ നല്ല കുട്ടിയായി ജീവിക്കാൻ പഠിക്കണം എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ വിചാരിച്ച കാര്യം ഇതായിരുന്നു. പക്ഷെ എനിക്ക് സദസ്സും അനുബന്ധങ്ങളൊക്കെ കണ്ടപ്പോൾ മൊത്തം പ്രോഗ്രാമിന്റെ ഒരു ഫ്ലോക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്നും ഞാൻ വിട്ടുപോകുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളെ മാതാപിതാക്കളെ ആത്മാർത്ഥത തിരിച്ചറിയണം. ഒരു ഔദ്യോഗിക ബന്ധമല്ല, നേരെ വരിക, എന്താ നമ്മളെ സ്കൂൾ ബാഗാണ് വലിച്ചെറിയുക, എന്നിട്ട് ചായ കുടിക്കുക, അങ്ങോട്ട് ഇറങ്ങി ഓടുക, അങ്ങനൊന്നല്ല. ഉമ്മന്റെ അടുത്ത് സംസാരിക്കാനുള്ളത് സംസാരിക്കണം, ഉമ്മനോട് പറയാനുള്ളത് പറയണം, അല്ലെ? സ്കൂളിലേക്ക് പോകുമ്പോ എന്താ ഉമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത്, ഞാൻ എന്റെ സ്കൂളില് 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്ത് ഒരു ഹോംവർക്ക് എന്താ നിങ്ങള് ഡെയിലി എന്റെ സ്കൂളിന്റെ ചുമരിൽ ഒരു ചാർട്ട് ഉണ്ട്, അതിലെന്താ ഉണ്ടാകുക നിങ്ങള്? ഉമ്മാക്കൊരു ഉമ്മ കൊടുത്തു വന്ന കുട്ടികൾക്ക് അവിടെ ഒരു മാർക്ക് ഉണ്ടാവും. അതെന്തിനാ? കുട്ടികൾക്ക് ശീലാക്കാൻ. ഞങ്ങൾ അങ്ങനെ മാർക്ക് ഇടുന്ന പ്രായത്തിലുള്ളവരൊന്നല്ല.
നമുക്ക് നമ്മളെ ഉമ്മനെ മാരോട് ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ ആ ഉമ്മ കൊടുക്കുമ്പോൾ അവരുടെ ശരീരം അനുഭവിക്കുന്ന ഒരു പുതിയ കുളിരുണ്ട്. നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്ന് ചൂടത്ത് നിന്ന് വിയർത്ത ചൂടുള്ള ശരീരത്തിലൂടെ പായുന്ന പുതിയ കുളിരുകൾ, അത് നിസ്കാരപ്പായത്തിലിരുന്ന് ഉമ്മ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ മാത്സിന്റെ കട്ടിയുള്ള പേപ്പറുകൾ അതിജീവിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അതിന് കരുത്തുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ കാരണത്താൽ ഉമ്മ കരയുന്നുണ്ട് പല ദിവസവും. ലൈറ്റ് ഓഫ് ആക്കിന്റെ ശേഷം ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ പേരിൽ കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ആകാശത്തുനിന്ന് പടച്ചോൻ പറയുന്നുണ്ട്, എനിക്കവനെ വെറുപ്പാണ്, എനിക്കവനെ വെറുപ്പാണ്. മലക്കുകളോട് അള്ളാഹുവിന്റെ മലക്ക് ജിബിരിൽ ആവശ്യപ്പെടും നമുക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ. അതുകൊണ്ട് ഓരോ ദിവസവും വീട്ടിലെ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വാപ്പിയമ്മ നമ്മളെ പറ്റി പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇന്നലെ ഒരു പാരന്റ് എന്നെ വിളിച്ചു. എന്റെ മോളെ ഫോണിൽ നിന്ന് എന്റെ ഭാര്യന്റെ ഫോൺ മോൾ ഉപയോഗിച്ചിട്ട് അതിന് ഞാനൊരു ചാറ്റ് കണ്ടു. ഒരു ബോയ് ആയിട്ടുള്ള ചാറ്റാണ്. എനിക്കൊരു ഒരു കത്തി എടുത്തിട്ട് അവളെ പോയി വെട്ടി കൊല്ലാനാണ് തോന്നിയത്. രാത്രി 10 മണിക്കാണ് ഭാര്യന്റെ ഫോണിൽ ഞാനത് കണ്ടത്. ഭാര്യക്ക് വാട്സപ്പ് ഉപയോഗിക്കാനും കാര്യത്തിനൊന്നും അറിയില്ല. നേരം വെളുക്കോളം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥമാണ്. ഒരു 11:30 രാത്രി, ഒരു 11-11:30 മുമ്പ് വിളിക്കണേ. ഇന്നലെ രാത്രി അസ്വസ്ഥമായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. നേരം വെളുത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പ്രയാസപ്പെട്ടിടണം. അല്ലെ, നമ്മള് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം രംഗത്ത് നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ നന്നാവൂല എന്ന് പറഞ്ഞാൽ മതി, അതൊരു പ്രാർത്ഥനയാണ്, നന്നാവൂല. അതുകൊണ്ട് ഈ രംഗത്തുള്ള നമ്മുടെ അബദ്ധങ്ങൾ തിരുത്തി ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് പോകണം. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും ആദ്യാവസാനം എന്റെ ക്ലാസ് ശ്രദ്ധിച്ചു. ഇതിലേറെ പ്രൗഢമായ ക്ലാസ്സുകളാണ് ഇനി വരാനുള്ളത്. മറ്റൊരു ദിവസം ഈ ഒരു ലക്ഷ്യത്തിൽ, ഒരു നിയ്യത്തിൽ നിങ്ങളാരും കേൾക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും നമുക്ക് അറിയില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവോടുകൂടെയാണ് ഐസക്ക് തുടങ്ങുന്നത്. CRE പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, ഓൺലൈനിലുള്ള സംവിധാനങ്ങളുണ്ട്, എത്രയോ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഇവിടെ ഒരു ഷോർട്ട് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അതൊന്ന് കേട്ട് നോട്ട് ചെയ്ത്, ഞാൻ ഇനി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ സംസാരം ഇനി നീളുന്നുള്ളതുകൊണ്ടാണ് ഞാനത് മറ്റൊരാളിലേക്ക് കൈമാറുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാത്തരം വീഴ്ചകളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എങ്കിലും സമയമില്ലാതെ, സന്ദർഭങ്ങൾക്ക് കാത്തു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണം എന്ന മഹായാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ഒരു ദിവസം നമ്മളും പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോൾ എന്നായിരിക്കും, എപ്പോഴായിരിക്കും എന്ന തിരിച്ചറിവില്ലാതെ മരണത്തിലേക്കുള്ള യാത്രക്കിടയിൽ നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരി നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ അതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഐസക്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളുമായി ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയത്തെ ചെലവഴിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രഭാഷണത്തിന്റെ ആദ്യാന്തം സൂക്ഷ്മമായി നിങ്ങൾ കേൾക്കുകയും അപാരമായ ചിന്തക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യപൂർണമായ ഒരു ഘട്ടമാണ് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടം. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചു പിടിക്കാനാവാത്ത ഒരു പ്രായവും ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിൽ ജാമിയ മില്ലിയ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ, ആ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, രാത്രിയിൽ കിടന്നു ഉറങ്ങി രാവിലെ അവനെ എഴുന്നേൽക്കുന്നത് അട്ടഹസിച്ചുകൊണ്ടാണ്. വലിയ ശബ്ദത്തിൽ കരഞ്ഞ് നിലവിളിച്ച് റൂം മുഴുവനും ഓടി നടന്നുകൊണ്ടാണ് ആ കുട്ടി എഴുന്നേൽക്കുന്നത്. മലപ്പുറം ജില്ലക്കാരനായ ഹബീബ് എന്നെങ്ങാണ്ടാണ് ആ കുട്ടിയുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൻ കുറെ ഒച്ചത്തിൽ ബഹളത്തിൽ ആർത്ത് അട്ടഹസിച്ച് കരഞ്ഞ് ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ്. ഉടനെ തന്നെ സഹവിദ്യാർത്ഥികൾ അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ ഏതാനും സമയത്തിനുള്ളിൽ അവൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇന്ന് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ അവനെ ഖബറടക്കിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? തന്റെ ബെഡിൽ ശാന്തമായി രാത്രി കിടന്നുറങ്ങിയ ഈ ചെറുപ്പക്കാരൻ, ഈ വിദ്യാർത്ഥി, രാവിലെ എഴുന്നേറ്റ് ആർത്ത് അട്ടഹസിച്ച് കരഞ്ഞ് ബോധരഹിതനായി നിലം പതിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിച്ചു പോവുകയാണ്. ഈ ലോകത്തോട് വിട പറയുകയാണ്. ഡോക്ടർമാർ പറഞ്ഞത് അവന്റെ തലച്ചോറിലേക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായി തലച്ചോറിലുണ്ടായ ഒരു പ്രത്യേക മാറ്റമാണ് ആർത്തട്ടഹസിച്ച് കരഞ്ഞതും ബോധരഹിതനായതും പെട്ടെന്ന് അവൻ മരിച്ചുപോയത്. ഞാൻ എന്റെ അനുജന്മാരോട്, എന്റെ അനുജത്തിമാരോട് ആ സംഭവം കേട്ടതിന് ശേഷം ഗൗരവമായി ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? നാളെ ഞാനും നിങ്ങളും വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ, നിങ്ങൾ ഉറങ്ങവേ, അല്ലാഹുവിന്റെ ഗ്രന്ഥം, ഒരിക്കലും തെറ്റാത്ത പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം, മാനവ ചരിത്രത്തിന്റെ ചിന്താമണ്ഡലങ്ങളെ കോളിലക്കും സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം, വരും ഭാവിയെ കുറിച്ച് കൃത്യമായി പ്രവചിച്ച പടച്ചവന്റെ ഗ്രന്ഥം, യുഗാന്തരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം, ഖുർആനിലെ സൂറത്ത് സുമറിൽ 39-ാം അധ്യായത്തിൽ 42-ാമത്തെ വാചകത്തിൽ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ, നിങ്ങൾ ഉറങ്ങവേ അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു വെക്കും. ആത്മാവിനെ നിങ്ങൾക്ക് വിട്ടുതന്നാലും അല്ലാഹു നിശ്ചയിച്ച, മരണം നിശ്ചയിച്ച ഏതൊരു വ്യക്തിയിൽ നിന്നും മലക്കുൽ മൗത്ത് വന്ന് അവന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഉറങ്ങവേ, നമ്മുടെ ബെഡിൽ കിടക്കവേ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ അറിയാതെ, നമ്മുടെ കൂടെ കിടന്ന ഉമ്മയറിയാതെ, ഉപ്പയറിയാതെ, സഹവിദ്യാർത്ഥി അറിയാതെ, അധ്യാപകൻ അറിയാതെ, കൂട്ടുകാരറിയാതെ,
കിടന്ന ബെഡിൽ മലക്കുൽ മൗത്തിന്റെ വരവും അതിന്റെ വേദനകളും നമ്മൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ ഭാഗമായി തീരുകയാണ്. മാതാപിതാക്കൾ ഡൽഹിയിലെ ജാമിഅ മില്ലയിൽ അഡ്മിഷൻ കിട്ടി അവിടെ കൊണ്ടുപോയി ചേർത്ത് പഠിക്കണേ മോനെ എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കവേ ബെഡിൽ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ആർത്തു കരയുന്ന, പെട്ടെന്ന് തന്നെ ബോധരഹിതനാകുന്ന, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്ന, അതിന്റെ അടുത്ത സെക്കൻഡിൽ മരിച്ചു പോകുന്ന, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക, എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക, ഏത് വിധേനയാണ് നിങ്ങൾ മരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത്. എവിടെ വെച്ചാ നിങ്ങൾ മരിക്കുക, എങ്ങനെയാണ് നിങ്ങൾ മരിക്കുക, നാളെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക, ഒന്നും നിങ്ങൾക്ക് പറയാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മരണത്തിന് പ്രായവ്യത്യാസങ്ങളില്ല, മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട് എന്ന് അല്ലാഹു പറയും. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്തു ആൽ ഇംറാനിലൂടെ 3-ാം അധ്യായത്തിലൂടെ 185-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. എല്ലാവരും, ചെറുതും വലുതും വ്യത്യാസമില്ലാതെ എല്ലാവരും മരണത്തെ ആസ്വദിക്കും. ചില മരണങ്ങൾ നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും. നമ്മുടെ കൂട്ടുകാരിയുടെ മരണങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും. ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥിയായാലും യുവാവായാലും യുവതിയായാലും ഒരു വലിയ തകരാറിന്റെ ഉടമകളാണ് നമ്മൾ. ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അരമണിക്കൂർ പോലും അതിനെക്കുറിച്ചുള്ള ഭയപ്പാടോ ചിന്തയോ വേണ്ട വിചാരങ്ങളോ ഒരിക്കലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ എത്രയെത്ര മരണങ്ങൾ നടക്കുന്നുണ്ട്, എത്രയെത്ര ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്, എത്രയെത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, എത്രയെത്ര പൊടുന്നനെയുള്ള രോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി ആരോഗ്യപരമായി നടന്നു നീങ്ങിയ വിദ്യാർത്ഥിയുടെ കൈകൾ സുബൈക്ക് എഴുന്നേറ്റപ്പോൾ ചലിക്കുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല, ചുണ്ടുകൾ അനങ്ങുന്നില്ല, ശ്വാസോച്ഛ്വാസങ്ങൾ നേരാവണ്ണം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാം അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുനിശ്ചിതമായ മരണത്തിനൊരുങ്ങുക എന്ന നമ്മുടെ വിഷയത്തിൽ കാതലായി വരേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഒരളിയനുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രായത്തിലുള്ള 10-20 വയസ്സുള്ള 20-ന്റെയും 22-ന്റെയും ഇടയിലുള്ള എന്റെ അളിയൻ ജീവിതത്തിന്റെ ഒരു യാത്രയിൽ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഈ 2 വീലർ സവാരി, ഈ വേഗത, അജ്ലതു മിനശ് ശൈത്താൻ, അത് പൈശാചികമാണ് മോനെ, ഈ വിധത്തിൽ യാത്ര പോകരുത്, ഈ 2 വീലർ യാത്ര അവസാനിപ്പിക്കണം എന്നൊക്കെ ഞാൻ അവനോട് ഒരു രാവിലെ പറയുകയും ഇന്ന് 2 വീലർ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവനോട് മാറ്റിവെക്കുകയും നിന്റെ മരണം മണക്കാറുണ്ട് എനിക്ക് എന്ന് ഞാൻ അവനോട് സംസാരിച്ച ദിവസം എന്റെ ഓർമ്മയിലുണ്ട്. ആ സംസാരം കഴിഞ്ഞ് ആ വണ്ടി വാങ്ങി ഞാൻ അവിടെ വെച്ച് അവൻ എന്റെ മുമ്പിൽ നിന്ന് നടന്ന് ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം അളിയ എന്ന് എന്നോട് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്നിറങ്ങി തൊട്ടപ്പുറത്ത് പോയി ഞാൻ അറിയാതെ ഒരു 2 വീലർ എടുത്ത് വയനാട്ടിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന ബസ്സും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ബസ്സിനെ, അതിനെ ഓവർടേക്ക് ചെയ്യുന്ന ആൾട്ടോ കാറിനെ അതും ഓവർടേക്ക് ചെയ്ത് ഒരു ഭാഗം കംപ്ലീറ്റ് എടുത്ത് ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ടിപ്പർ ലോറി ഇടിച്ച് എന്റെ കൈകളിൽ കിടന്ന് എന്റെ അളിയൻ മരിച്ച ദിവസം എന്റെ ഓർമ്മകളിലുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ അവന്റെ മരണം മുൻകൂട്ടി കാണാൻ എന്തോ അവന്റെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ, ചെറിയ കുട്ടിയാണ്, പ്രായം കുറവാണ്, പ്രായത്തിന്റെ ചാബല്യങ്ങളുണ്ട്, പ്രായത്തിന്റെ ത്രില്ലുകളുണ്ട്. അൽ അജ്ലതു മിനശ് ശൈത്താൻ എന്നത് ലോകത്ത് ഒരിക്കലും കള്ളം പറയാത്ത, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല എന്ന ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്കാണ്. മോനെ, അൽ അജ്ലതു മിനശ് ശൈത്താൻ, മോളെ, അൽ അജ്ലതു മിനശ് ശൈത്താൻ, യുവാക്കളെ, അൽ അജ്ലതു മിനശ് ശൈത്താൻ, പ്രായം ചെന്നവരെ, അൽ അജ്ലതു മിനശ് ശൈത്താൻ. ധൃതി പൈശാചികമാണ്. മരണം മാടി വിളിക്കുന്ന പോലെ മരണത്തിലേക്ക് ഓടിയെടുക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ഒരു പറ്റം ചെറുപ്പക്കാരികളുമുണ്ട് നമ്മുടെ ലോകത്ത്. ജീവിതത്തെക്കുറിച്ച് വീണ്ടും വിചാരമില്ലാത്തവർ, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവർ. എനിക്കറിയാം, എന്റെ പരിചയത്തിലെ എന്റെ കൂടെ പഠിച്ചിരുന്ന ചില സുഹൃത്തുക്കൾ, ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു രമേശ് ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യദൃഢഗാത്രനായി ഞങ്ങളോടൊപ്പം തമാശ പറഞ്ഞ് എന്റെ ബെഞ്ചിന്റെ അപ്പുറമിരുന്ന് എന്നോടൊപ്പം കളിച്ചു വളർന്ന് ഒരു സുപ്രഭാതത്തിൽ അവന്റെ ശരീരം നീണ്ട് മെലിഞ്ഞുണങ്ങി
ഒരു സുപ്രഭാതത്തിൽ വളരെ ശോഷിച്ച് പൊടുന്നനെ മരിച്ചു പോവുകയാണ്. വിദ്യാർത്ഥികളെ, ഒരുപാട് രോഗങ്ങൾ, ആധുനിക സയൻസിന് പിടുത്തം കിട്ടാത്ത അപാരമായ രോഗങ്ങൾ, നിഗൂഢതകളുള്ള രോഗങ്ങൾ, ആധുനികമായ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, സംസ്കാരങ്ങൾ എല്ലാം ലോകത്ത് പിടിമുറുക്കിയപ്പോ മനുഷ്യനെന്ന നിസ്സഹായനായ ജീവി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാട്ടുകാരന്റെ തൊണ്ട ഒന്ന് വേദനിച്ചാൽ, ഒരു ഓട്ടക്കാരന്റെ കാലിൽ ഒരു മുള്ള തറച്ചാൽ, ഒരു കൈ ചലിപ്പിക്കേണ്ടടുത്ത്, ഒരു സ്റ്റെയറിംഗ് പിടിക്കേണ്ടടുത്ത് കൈയുടെ വിരലുകൾ ചലിക്കാതിരുന്നാൽ, ഒരു ഗ്ലാസ് വെള്ളം പിടിക്കേണ്ടടുത്ത് ഈ പെരുവിരൽ കൂട്ടിപ്പിടിക്കാൻ കഴിയാതെ വന്നാൽ, എന്തിനധികം ഒരൽപ്പം കയറ്റി നഖം വെട്ടിയാൽ ആ നഖം കൊണ്ട് പേന പോലും പിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്നത് മനുഷ്യനെ കുറിച്ച് പഠിച്ചവർക്കറിയാം. അതേ, ഖുലിഖൽ ഇൻസാനു ലഈഫ, സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുകയാണ്, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. നമ്മുടെ തൃശ്ശൂർ ഹൈവേയിൽ വെന്നിയൂരിൽ ഒരേ ദിക്കുകളിലേക്ക് കോട്ടക്കൽ ഭാഗത്തേക്ക് അവിടെ കാട് നിന്ന് 2 ടൂ വീലറിൽ 2 സുഹൃത്തുക്കൾ ഓടിച്ചു പോവുകയാണ്. ഒരു 2 പേരും ഒരേ ദിശയിലാണ്. വേഗത കൊണ്ട് മറ്റവനെ ഓവർടേക്ക് ചെയ്തപ്പോൾ വെന്നിയൂര് വെച്ച് 2 പേരും 2 സുഹൃത്തുക്കളുടെ ടൂ വീലർ 2 പേരും മത്സരിച്ചോടുകയാണ്. അൽ അജ്ലതു മിനശ് ശൈത്താൻ, എ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്. വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ഒരു ലോകത്ത് സ്പീഡിൽ ഓടലാണ് എല്ലാ ത്രില്ലും എന്ന് വിചാരിച്ച് 2 പേരും കൂട്ടിയിടിക്കുകയും 2 പേർ തെറിച്ചു വീഴുകയും ഒരാളുടെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏറ്റില്ല. പക്ഷെ ആള് മരിച്ചുപോയി. മറ്റേ സുഹൃത്തിന്റെ ശരീരം മുഴുവനും, അവന്റെ ശരീരത്തിലെ തോലുകൾ പിന്നിപ്പോയി, സ്കിന്നുകൾ പിന്നിപ്പോയി, ഒരുപാട് ഭാഗത്ത് മുറിവുകളേറ്റു. പക്ഷെ ഒരു മുറിവുമേൽക്കാത്ത സഹോദരൻ ആ ഹൈവേയിൽ കിടന്ന് മരിച്ചു പോവുകയാണ്. എത്ര മാതാക്കളാണ്, എത്ര പിതാക്കളാണ്